ഹായ് സർ, ഇത് ഹീറോ മാർട്ടിനുള്ള ഒരു POS ബില്ലിംഗ് മെഷീൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് അനിയന്ത്രിതമായ ഉൽപ്പന്നങ്ങൾ സ്റ്റോർ ചെയ്യാൻ കഴിയും. അനിയന്ത്രിതമായ വിഭാഗങ്ങൾ, കാറ്റഗറികൾ വെക്കാൻ കഴിയും. ഫോട്ടോകളും ചിത്രങ്ങളും എല്ലാം നിങ്ങൾ വയ്ക്കാൻ കഴിയും. ഒന്ന് ഭാഷ, തമിഴ്, ഇംഗ്ലീഷ്, നിങ്ങൾക്ക് ഏത് ഭാഷ വേണമെങ്കിലും വെക്കും. 2 ഇഞ്ച് പ്രിന്റ് നിങ്ങൾക്ക് ലഭിക്കും. ഇല്ല, എനിക്ക് അധികം 3 ഇഞ്ച് പ്രിന്റ് വേണമെന്ന് നിങ്ങൾ കരുതിയാൽ അധികം പ്രിന്റർ വാങ്ങി നിങ്ങൾ അറ്റാച്ച് ചെയ്യാം. കസ്റ്റമർമാരെ മാനേജ് ചെയ്യാം, വെണ്ടർമാരെ മാനേജ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമായ ഡെയിലി റിപ്പോർട്ടുകൾ, വീക്ക്ലി, മന്ത്ലി എന്നിങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള റിപ്പോർട്ടുകളും നിങ്ങൾ എടുക്കാം. കസ്റ്റമർ അടിസ്ഥാനത്തിലുള്ളതും എടുക്കാം, യൂസർ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടുകളും എടുക്കാം. ഇപ്പോൾ വാങ്ങി എങ്ങനെ ബിൽ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, എത്ര കാറ്റഗറികളായി ഉണ്ട്. ഇതിൽ ഓൾ എന്നത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം കാണാം. ഇല്ലെങ്കിൽ കാറ്റഗറി അടിസ്ഥാനത്തിൽ നോക്കുന്നത് നല്ലതാണ്. കാരണം എല്ലാം ഓളിൽ നോക്കിയാൽ ഒന്നൊന്ന് തിരയാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കാറ്റഗറികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കാറ്റഗറി അടിസ്ഥാനത്തിൽ വേർതിരിച്ചു വെക്കാം. ഇപ്പൊ നോക്കൂ, ഇങ്ങനെ നിങ്ങൾക്ക് ചിത്രങ്ങള് തമിഴിലോ ഇംഗ്ലീഷിലോ ആയി വേർതിരിച്ച് വെക്കാവുന്നതാണ്. പ്ലെയിൻ ദോശ, മസാല ദോശ, അണിയൻ ദോശ, ഷെസ്വാൻ ദോശ, ചീസ് ദോശ, ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒട്ടനവധി ഐറ്റംസ് ഇതിലേക്ക് വളരെ എളുപ്പത്തിൽ ചേർക്കാവുന്നതാണ്. അക്ഷരങ്ങൾ വായിക്കാനറിയാത്തവർക്കും പോലും ഈ മെഷീൻ വളരെ ഈസിയായി ഉപയോഗിക്കാൻ സാധിക്കും. സത്യത്തിൽ ഇത് ഉപയോഗിക്കാൻ വലിയ രീതിയിൽ വായിക്കാനറിയണമെന്നില്ല. അതൊന്നും ഇതിന് ഒരു തടസ്സമേയല്ല. വെറും 2 ഇഞ്ച് പേപ്പറിൽ നിങ്ങൾക്ക് വളരെ മനോഹരമായി തന്നെ പ്രിന്റ് ലഭിക്കുന്നത് കാണാം. ഒന്ന് നോക്കൂ. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര്, അഡ്രസ്, മൊബൈൽ നമ്പർ, തീയതി, സമയം, ബിൽ നമ്പർ, ഇങ്ങനെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഇതിൽ കൃത്യമായി ചേർക്കാം. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഓരോ ഐറ്റംസും എത്ര ക്വാണ്ടിറ്റി നൽകി, അതിന്റെ വെയിറ്റ് എത്രയാണ്, ഒരു ഐറ്റത്തിന് 60 രൂപ എന്ന നിരക്കിൽ വരുന്നത് നിങ്ങൾക്ക് വ്യക്തമായി നോക്കാം. ഇനി ഇതിലെ റിപ്പോർട്ടുകൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിൽ പോയി റിപ്പോർട്ട്സ് എന്ന ഓപ്ഷനിൽ മാത്രം ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാകും. അവസാനമായി നമ്മൾ നൽകിയ ബിൽ എടുത്തു നോക്കിയാൽ 1965 രൂപയാണ് കാണിക്കുന്നത്. അതിന്റെ ബിൽ നമ്പർ 210 എന്നാണ്. ഇവിടെ കൃത്യമായി നോക്കൂ, 210 ആണ് ഇതിലെ അവസാനത്തെ നമ്പർ. തുക വരുന്നത് 1965 രൂപയാണ്. ഇങ്ങനെ ഇന്ന് 100 ബില്ലുകൾ പോയാലും ആ 100 ബില്ലുകളുടെയും മൊത്തം തുക എത്രയാണെന്ന് നിങ്ങൾക്ക് ബിൽ വൈസ് റിപ്പോർട്ടുകൾ വഴി വളരെ വേഗത്തിൽ എടുക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ എനിക്ക് ബിൽ വൈസ് റിപ്പോർട്ടുകൾ വേണ്ട എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ, എന്നാൽ ഇങ്ങനെ പൊങ്കലിൽ എത്ര എണ്ണം പോയി, പ്ലെയിൻ ദോശയിൽ എത്ര എണ്ണം പോയി, പുട്ടിൽ എത്ര എണ്ണം പോയി, ഇങ്ങനെ ഓരോന്നായി നിങ്ങൾ ഐറ്റം വൈസ് പരിശോധിച്ച് നോക്കാം. ഇന്ന് ഏതൊക്കെ ഐറ്റംസ് എത്രത്തോളം വിറ്റുപോയി എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും. അതാണ് ഐറ്റം വൈസ് റിപ്പോർട്ട്.